ഫർസാനയോട് കുമ്പസരിച്ച ശേഷമാണ് അവളെ വകവരുത്തിയത് എന്നാണ് മൊഴിയുള്ളത്. അതായത് ഞാൻ ഇവരേക്ക് കൊന്നിട്ടാണ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഫർസാന ചോദിച്ചു, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? അടുത്ത നിമിഷം അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അങ്ങനെ കുമ്പസരിച്ച ശേഷമായിരിക്കും അവളെ കൊന്നിട്ടുണ്ടോ? ആയിരിക്കത്തില്ല, അവൻ പറയുന്നതല്ലേ ഉള്ളൂ. അവൾ നമുക്ക് കൂട്ടി ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ കൊച്ചു മരിച്ചു പോയില്ലേ. പക്ഷേ അവൻ പറയുന്ന അതിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നുമില്ല. ഇത്ര വികൃതമായ അതിൻ്റെ മുഖം അടിച്ചടിച്ച് വികൃതമാക്കി. അവളോടാണ് ഏറ്റവും വലിയ വൈരാഗ്യം എന്നാണ് ഞാൻ പറയുന്നത്. അവളോടാണ്. അല്ല, അങ്ങനെ കാണിക്കില്ല അവന്. എന്തെങ്കിലും സ്നേഹമുണ്ട് അവന്. മൃഗത്തിനെ കൊല്ലുന്നതിൻ്റെ മുഖത്താ എത്ര അടിയാണ്. ഏറ്റവും വികൃതമായ മുഖം ആ കൊച്ചല്ലേ. അതേപോലെ തന്നെ വികൃതമായി ഇളയ കൊച്ചു, ഇവൻ്റെ സഹോദരൻ, ഇവൻ്റെ അതേ ബ്ലഡ് ഉള്ളവൻ. അതെന്താണ്? അത് രണ്ടും പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഒരു കാലത്തും പൊതുപ്പത്തില്ല. ഇവനെ എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ കൊല്ലുന്നത്? അവനെ ഫ്രീ ആയിട്ട് വിട്ടാൽ ഇനിയും കൊല്ലും. അവൻ പറഞ്ഞൊരു വാക്കവസാനം നമ്മൾ ശ്രദ്ധിക്കണം. ഇളയ കൊച്ചിനെ കൊന്നു കഴിഞ്ഞപ്പം ഞാൻ ആകെ ക്ഷീണിതനായി, മറ്റവരെ കൊല്ലാൻ പറ്റിയില്ലേ, നിരാശപ്പെട്ടിരിക്കുകയാണ്. ചെന്താമര ഓർമ്മ വരും നമുക്ക്. ചെന്താമരയുടെ മാനസികാവസ്ഥയാണ് ഇവനെന്നാണ് ഞാൻ പറയുന്നത്. ചെന്താമര അത്രയും പേരെ കൊന്നിട്ട് ഇനി 2 എണ്ണം കൂടെ മിച്ചം കൊടുക്കുന്നത് നിരാശപ്പെട്ട് നിൽക്കുകയാണ്. ഇവനും അതേ ചെന്താമരയുടെ മൈൻഡല്ലേ ഇവന്. ഇവൻ നിരാശപ്പെട്ടല്ലേ പറയണേ, അതിലൊക്കത്തെ സ്ത്രീയെ പൈസ തരാത്ത ആ സ്ത്രീയും കൊച്ചിനും ഞങ്ങളെ. അപ്പോൾ ഇവന് വളരെ വികൃതമായ, കഠോരമായ, അത് വികലമായ ഒരു മനസ്സാണ്. അതെങ്ങനെ രൂപപ്പെട്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് രൂപപ്പെട്ടത് ആരുടെയെങ്കിലും പ്രത്യേക ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്ന് പോലീസ് അങ്ങനെ സ്വയം രൂപപ്പെടത്തില്ല. ഇൻട്രാക്ഷൻ കൊണ്ട് മാത്രമേ രൂപപ്പെടുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യൻ ഞാനിങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അങ്ങനെ ചിന്തിക്കുന്നവനും അങ്ങനെ അത് നിത്യം കാണുന്നവനും അത് നിത്യം ആസ്വദിക്കുന്നവനും അങ്ങനെയുള്ള ക്രൈം കാണുന്നതുകൊണ്ടും അങ്ങനെയുള്ള സിനിമ കാണുന്നവരും ഇതൊക്കെയാണ് ഞാനത് തുറന്നു വെച്ചതാണ്. അവൻ കണ്ടത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. സോഷ്യൽ മീഡിയയിൽ അവൻ എവിടൊക്കെയാണ് കയറി സഞ്ചരിച്ചത് കാണണം. അവൻ്റെ മൈൻഡ് ഒരു സാധാരണ ഒരു കാട്ടുമൃഗത്തിൻ്റെ അപ്പുറത്തോട്ട് പോയി. അവന് സംസ്കാരമില്ലാത്ത പയ്യനാണ്. അവൻ പഠനം കൊണ്ട് ഒരു പ്രയോജനമില്ല. അവൻ ഒരു 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 പഠനമില്ല. പ്രാന്തന്മാർ നടക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ. അതേ മൈൻഡാണ് ഈ സംസ്കാരം ഉണ്ടെന്ന് കരുതുന്ന അവന് ഈ മനുഷ്യവർഗത്തിൽ ജീവിക്കാൻ പറ്റില്ല. അവന് ക്യാപിറ്റൽ പണിഷ്മെന്റ്. അവനെ സമൂഹത്തിൽ ഇനിയും വിട്ടാൽ അവൻ ഇനിയും കൊല്ലും. അവനെ നമുക്ക് ഒരു കാലത്തും ആശ്രയിക്കാൻ അമ്മയ്ക്കും പറ്റില്ല. ഓക്കെ, അവിടെ നമ്മളിപ്പോൾ ഫർസാനയുടെ കാര്യം പറഞ്ഞല്ലോ. ഫർസാനയോട് എന്തുകൊണ്ടാണ് സാർ സംശയിക്കുന്നത്? അവളോട് ഇങ്ങനെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. കാരണം മൊഴിയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവളോട് എല്ലാം പറഞ്ഞു, അതിനുശേഷമാണ് വകവരുത്തിയതെന്ന്. സാധ്യത ഉണ്ടാവാൻ തള്ളിക്കളയാൻ പറ്റുമോ? അതവിടെയാണ്. വളരെ കൂർമ്മ ബുദ്ധിയുള്ളവനാണ് ഇവന്. അവൻ സ്നേഹിക്കുന്ന ആ കൊച്ചിനെ ഇത്ര ഭീകരമായിട്ട് കൊന്നപ്പോൾ അവ കൊല്ലുന്നതിന് മുമ്പ് ഇവൻ പറഞ്ഞെന്നുള്ള വാക്കാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ പറഞ്ഞ എന്താണ്? അവരെല്ലാം ഞാൻ കൊന്നിട്ടുണ്ട്. ആ കുട്ടി ഇറങ്ങി ഓടും. ആ കുട്ടിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടാവുന്നില്ല. ഇല്ല, അവരെ കൊന്നവനാണ് ഇവന്. അത് മൈൻഡിലായിരുന്നു. ആ ഒരു കൊച്ചും എനിക്കത് എങ്ങനെയെങ്കിലും ഓടി കഴിയുമ്പോൾ പെൺകുട്ടിയാണ്. അവനെ വിശ്വസിച്ചാണ് അവന്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. അവന്റെ മുറിയിലാണ് ഇരിക്കുന്നത്. അവർ ഇത്രയും കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയാണ് അതിന്റെ മുന്നിൽ നിൽക്കുന്നത്. അന്താ വെച്ച് നമ്മൾ ഇരുന്ന് പോവുകയുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ അത് ഇല്ല. ജീവന് ഭയമുള്ള ഞാനാണ് ഇറങ്ങി ഓടും. ഇപ്പൊ 5 പേര് എന്നെ കൊല്ലാനായിട്ട് ഇതുപോലെ വന്നാൽ ഒരുത്തം വന്ന് എന്നെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് 5 പറയുന്നത് 5 പേര് കൊല്ലാൻ വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല. വല്ല നിവൃത്തിയുണ്ട് ഞാൻ ഓടി എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലേ? ഈ കൊച്ചു ഓടിയിട്ടുണ്ടാവും. ആദ്യത്തെ അടി പിന്നിലായിരിക്കും. പോലീസ് അത് നോക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആ കൊച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ പോയി. അത് ബ്ലഡ് ആദ്യത്തെ ഹിറ്റ് തീർച്ചയായിട്ടും പുറകിലായിരിക്കും. അതിനുശേഷം അതിനെ വലിച്ച് കസേരയെ കൊണ്ട് ഇട്ടിട്ടാണ് മുഖം. അല്ലാതെ അങ്ങനെ ആരെങ്കിലും കിടന്നു കൊടുക്കുമോ? ഇതൊക്കെ നമ്മൾ റീകൺസ്ട്രക്ഷൻ തിയറിയാണ് ഞാൻ ഈ പറയുന്നത്. ആരെങ്കിലും അങ്ങനെ അന്ന് അടിച്ചോടാന്ന് പറഞ്ഞ് കിടന്നു കൊടുക്കുമോ? അതുകൊണ്ടായിരിക്കുമോ ഇത്രയും ഭീകരമായിട്ടുള്ള? അത് ചെയ്യാൻ കാരണം ഈ കൊച്ചു ഓടി. ഒരു കൊച്ചുങ്ങളും ഒരു മനുഷ്യനും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. 4-5 പേര് കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിയല്ലാതെ തന്നെ അവരുടെ മുമ്പിൽ ഞാൻ പണ്ട് മെഡിക്കൽ കോളേജിൽ SI ആയിരിക്കുന്ന സമയത്ത് ഈ ഗുണ്ടകൾക്ക് കിട്ട നല്ല തല്ലു കൊടുക്കും. അവിടെ റോഡിലിട്ട് ഒരുത്തനെ പിടിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള ആ കോൺസോള് ഗുണ്ടയുടെ കൂടെ 2 പേരും മാറിയുണ്ട്. അവൻ കത്തിയായിട്ട് ഞാൻ അറിഞ്ഞില്ല കുത്താൻ വന്നു. അയാളാണ് കയറി പിടിച്ചത്.
എന്നിട്ട് എൻ്റെ അടുത്ത് പ്രായമുള്ളവരാണ്, കുഞ്ഞെ സൂക്ഷിക്കണം, എന്നെ കുഞ്ഞെന്നാ വിളിച്ചത്, സൂക്ഷിക്കണം, ഇതുപോലെ ചതി വരും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ വിട്ടിട്ട് മറ്റവനെ അവനെ എതിരിടാൻ നോക്കും, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് മാറിപ്പോകും, സിറ്റുവേഷൻ മാറ്റും. എല്ലാ മനുഷ്യനും ജീവനിൽ അവരുടെ ജീവനിൽ താല്പര്യമുണ്ട്. ആ കൊല്ലപ്പെടാനുള്ള അവസരം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഓടി, ഗുണ്ടകളോടും വലിയ ഗുണ്ടകളോടി അവനെ എറിഞ്ഞു വീഴ്ത്തി കല്ല് അവൻ്റെ തലയിലിട്ട് ചപ്പിയ 2-4 കേസ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലുള്ളതാണ്. ഏത് ഗുണ്ടയായാലും ശരി പ്രതിരോധിക്കാൻ നിൽക്കത്തില്ല, അവന് രക്ഷയില്ല, ഗുണ്ടയോടും. ഈ കൊച്ചു 5 മർഡർ കേട്ടിട്ട് ഓടിയിട്ടുണ്ടാവും, പിന്നിൽ നിന്ന് ചുറ്റി കണ്ട് അടിച്ചതിനെ വീഴ്ത്തിയിട്ട് എടുത്ത് വലിച്ച് കസേരയെ കൊണ്ടിരുത്തി. ഇതുപോലെ ഞാൻ എടുത്തു വെച്ച് ഇത് ഒരാളോട് ഉണ്ടോ പറയാൻ, മനസ്സിലായോ ആരാന്ന്? മുത്താപ്പ. അയാളെ കസേരയിലിരുത്തി ആ സെറ്റിയിരുത്തി അല്ല വന്നത്, അവിടെ വലിച്ചു കയറ്റി വെച്ച്. ആ ഇരിപ്പ് കണ്ട അങ്ങനെ ആരെങ്കിലും അത് ഒന്നെങ്കിൽ പുറകിൽ നിന്ന് അടിക്കണം, അത് ബ്ലഡ് സ്റ്റെയിൻ എവിടെ കിടക്കുന്നു നോക്കണം പോലീസ്. മുത്താപ്പാടെ ബ്ലഡ് എവിടെ കിടക്കണം, മറ്റേ വൈഫിൻ്റെ ബ്ലഡ് കിടക്കുന്ന ആ വാതിലിൻ്റെ പടിയുടെ അവിടെയാണ് അവർ കിടക്കുന്നത്. പടിക്ക് അകത്താണ്, ആ വാതിലിൻ്റെ അകത്താണ് അവരുടെ ബ്ലഡ്, പുറത്തില്ല. ഇയാൾ കിടക്കുന്നത് ലുങ്കി മാത്രമേ ഉള്ളൂ, അവിടെ എന്നെ ചെരിഞ്ഞ് അങ്ങനെ കൊല്ലാൻ പറ്റൂല. ഇയാൾ പട്ടാളക്കാരനാണ്, എതിരിടും. അതെങ്ങനെയാണെന്ന് അത് അവൻ പറയുന്നത് പോലീസ് വിശ്വസിക്കില്ല. അത് റീകൺസ്ട്രക്ഷൻ വേണം, എങ്ങനെ സീക്വൻസ് വേണം, അത് പോലീസ് കണ്ടെത്തണം. അതിനകത്ത് ആലുവ കൂട്ടക്കൊലയ്ക്കൊക്കെ ആ സീക്വൻസ് ആണ്. എങ്ങനെയാണ് 6 പേരെ ഒരാൾ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസമില്ലായിരുന്നു. അതിൻ്റെ സീക്വൻസ് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ തിയറി റെഡിയ നമ്മൾ പറഞ്ഞ് അത് കോടതി ഈ എല്ലാ കേസിനകത്ത് അത് വേണം, അല്ലെങ്കിൽ കോടതിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. ഈ മണ്ടത്തരം പറഞ്ഞ് ചാർജ് ഷീറ്റിനകത്ത് എഴുതിയാൽ കോടതി വിശ്വസിക്കുമോ? വേറൊരാളാണെന്ന് തീർച്ചയായിട്ടും ഇവന് വക്കീലുണ്ടെങ്കിൽ വേറെ ആളാണെന്ന് പറയും. പക്ഷേ ഇവൻ പറഞ്ഞിട്ടുള്ള മൊഴിയിൽ ഇവരെയൊക്കെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചതാണ്, അതുകൊണ്ടാണ് ഫർസാനെയും കൊന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നോടൊരു ചതിയുടെ ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും ചതിയാണ്, വിളിച്ചു കൊണ്ടുവരുന്നു, കൊല്ലാൻ തന്നെയാണ് കൊണ്ടുവന്നത്. കാര്യം പറഞ്ഞു, കൊന്നു എന്ന് അങ്ങനെയും നമുക്ക് അനുമാനിക്കാം. ഇന്ത്യൻ നിയമം, തെളിവ് നിയമം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒരു വാക്ക് കിടപ്പുണ്ട്. കൺഫെഷൻ ബിഫോർ പോലീസ് ഈസ് ഇൻഅഡ്മിസിബിൾ. പോലീസിൻ്റെ അടുത്ത് എന്ത് വേണേലും പറയാം, അത് കോടതി സ്വീകരിക്കില്ല. കുറ്റസമ്മതം അവൻ ഒപ്പിട്ട് കൊടുത്ത് അവൻ്റെ ഫിംഗർ പ്രിന്റ് വെച്ചാലും കോടതി സ്വീകരിക്കില്ല. ഇന്ത്യൻ നിയമം അങ്ങനെയാണ്. പോലീസ് കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ മിടുക്കന്മാരാണെന്നുള്ള ധാരണയിലാണ്. ഇന്ത്യൻ തെളിവ് നിയമത്തിനകത്ത് കൃത്യം 27 ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പ്രതി പറയുന്നത്, ഞാൻ ആ കൊന്ന സ്ത്രീയുടെ മാല ഞാൻ ഇന്നടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് സാറേ, ആ മാല എടുത്താൽ മരിക്കുന്ന സമയത്ത് അവരെ കഴുത്തേ കിടന്ന മാല ഇവൻ എടുത്ത് നമുക്ക് തന്നാൽ, പോലീസിന് തന്നാൽ, അതുമാത്രം കോടതി വിശ്വസിക്കും. അവരുടെ മാല ഇവൻ്റെ കയ്യിൽ എങ്ങനെയാണ് വന്നത്, അത് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ബാക്കി പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ എന്ത് കുറ്റസമ്മതം നടത്തിയാലും ഒരു വിലയും, ഒരു പുല്ല് വില പോലും ഇല്ല. അതാണ് ഇന്ത്യൻ നിയമം, ഇന്ത്യൻ തെളിവ് നിയമം. അതുകൊണ്ട് പോലീസിന് മുമ്പ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട്. അതിൻ്റെ കറക്റ്റ് ട്രാക്കിൽ കൂടെ പോകേണ്ടത് പോലീസാണ്. ഒരു പോലീസും വിശ്വസിക്കത്തില്ല. അത് തെളിവ് നിയമം പ്രോസിക്യൂഷനൊക്കെ നടത്തുന്ന അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ നിയമം. പിന്നെ എങ്ങനെയാണ് ഇവനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവന്മാർ പറയുന്നതൊന്നും നമ്മൾ നോക്കണ്ട. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വിവരമുള്ളവരാരും നോക്കൂല. കള്ളം പറഞ്ഞ് അവൻ്റെ ഒരു കഥ കേൾക്കും. അതിനകത്ത് എത്ര സത്യം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തും. ചിലപ്പോൾ അതിനകത്ത് ചില കാര്യം സത്യമായിരിക്കും, ചില കാര്യം സത്യമല്ല. അപ്പം അതുകൊണ്ട് വ്യത്യസ്തമായ ആംഗിൾ വേണം പോലീസ് ചിന്തിക്കുക, പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസ്. ഇതിനകത്ത് പോലീസിന് ഞാൻ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇത്രയും പേരെ കൊന്നതാണ്, എന്തിന് ഇവൻ കൊന്നു എന്ന് മോട്ടീവ്, അത് ഭ്രാന്തമായ ഒരു മോട്ടീവാണ്, ഒരു അബ്നോർമൽ പേഴ്സൻ്റെ മോട്ടീവാണ്. കേസ് ഇവൻ അബ്നോർമലാണെന്ന് പറഞ്ഞ് വിട്ടുപോകുന്നൊന്നും അതൊന്നും പേടിക്കണ്ട, അതിനൊന്നും ഇന്ത്യയിൽ നടക്കത്തില്ല. ഇവൻ കൊല്ലുന്ന സമയത്ത് നോർമലാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇന്ത്യൻ നിയമം അങ്ങനെയാണ്. എല്ലാവരും പറയും മാനസിക രോഗ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, വെറുതെ വിടണം. നടക്കില്ല, അതൊന്നും അല്ല ഇന്ത്യൻ നിയമം. ചുമ്മാ ആൾക്കാർ ഇതിനകത്ത് ചാനലിലൊക്കെ വെച്ച് തട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നടക്കില്ല അത്. അങ്ങനെയല്ല ഇന്ത്യൻ നിയമം പോകുന്നത്. കൊല്ലുന്ന സമയത്ത് ചിലർക്ക് ഭ്രാന്തിന് ചികിത്സിപ്പോൾ നോർമലായി സാറേ, അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ഒരു 2-3 വർഷം വീണ്ടും ഭ്രാന്തളവും. അപ്പോൾ ഈ രണ്ടാമത് ഇളകി ആദ്യ ഇളകിന് ഇടയ്ക്ക് അത്ര ഒരു കൊന്ന് അത്രയും കേസിൽ ഇവൻ സമാനം പറയണമെന്നേ. അതൊക്കെ ചുമ്മാ ചാനലിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതല്ല നിയമങ്ങൾ. രാജ്യത്തെ നിയമം പഠിക്കണം ആൾക്കാർ. അതുകൊണ്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം
ഇവൻ നോർമലാണ്, മർഡറാണ്, ക്യാപിറ്റൽ പണിഷ്മെന്റിന് അവകാശമുണ്ട്. അവൻ ചെയ്യുന്ന ഇത്ര ഒരു മർഡറാണ് നമുക്ക് മനസ്സിലായത്, എത്ര മർഡറാണ് ചെയ്തത്, അത് ആരുടെ പിൻബലത്തിൽ, ഏത് ശക്തിയുടെ, ഇവൻ എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? ചിന്തിക്കാൻ കാരണം പ്രേരക ശക്തികൾ വെളിയിലുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ മന്ത്രവും മാജിക്കും ഈ ആഭിചാര ക്രിയയും മറ്റിലൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഇതുവരെയുള്ള കുട്ടികളുടെ മുഴുവൻ ഇതുപോലെ മർഡർ ചെയ്തവരെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത്.